നിനക്കിപ്പോ സമാധാനായോ? കുഞ്ഞിനെ എണീപ്പിച്ചപ്പോ പതുക്കെ തുമ്മിക്കൂടെ? കാര്യം ഇത് മനഃപൂർവ്വം തുമ്മുന്നല്ലോ. പിന്നല്ലാതെ ഇനിയിപ്പോ ഇതിനെ നീ വന്ന് നോക്കൂ. സമയം കിട്ടപ്പോഴൊക്കെ ഞാനും കൊച്ചിനെ നോക്കാറില്ലേ. നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നേ? സമയം കിട്ടുമ്പോ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് രാഹുലേ. സമയം കിട്ടുമ്പോ കുളിച്ചൊരുങ്ങി നീ ഫ്രണ്ട്സിന്റെ കൂടെ പോവാറുണ്ട്, അത് ഞാൻ കാണുന്നുണ്ട്. ഒന്ന് കരയാതിരിക്കോ? രാജു, എന്തിനാ കൊച്ചിനോട് ദേഷ്യപ്പെടുന്നത്? നിനക്ക് എന്തിനാ പറയണ്ട? എന്ത് പറ? നീ എന്നാടി കൊച്ചു കരയെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ? നീ കേൾക്കാൻ പാടില്ല കൊച്ചു കിടന്ന് കരയുന്നേ. കൊച്ചപ്പടി പെടുത്ത് കിടക്കുവാണല്ലോ. എടി, ആ കൊച്ചിന്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാൻ മേലാലോ നിനക്ക്? പിന്നെ പെറ്റ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണോ എന്റെ വിചാരം? പെറ്റ് കഴിഞ്ഞാൽ കുറച്ച് വേദനയൊക്കെ കാണും, അതൊക്കെ സഹിക്കണം. അച്ഛൻ രാഹുലിനെ ഒന്ന് വിളിക്കും, അവനോട് പറ. എനിക്ക് ഇതിന്റെ സൗണ്ട് കേട്ടിട്ട് ഇറിറ്റേഷൻ ആവുക. എന്ത് വർത്തമാനടി നീ പറഞ്ഞേ? നീ പെറ്റ കൊച്ചല്ലേ അടിയത്? പൊന്നച്ഛൻ, എനിക്ക് കുറച്ച് മനസ്സമാധാനം തന്നെ, പ്രാന്താക്കല്ലേ. എന്താ പ്രശ്നം? എന്റെ പെണ്ണുമ്പിളക്ക് സമാധാനം ഇല്ലെന്ന് നിന്നോട് ഞാൻ അന്നേ പറഞ്ഞ. 90 എഴുതി കൊച്ചിനെ തള്ളം പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ ആരാളോ നോക്കാൻ? അവിടെ അപ്പനെ നമുക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ട് തള്ളിച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെ ആയാലും നോക്കാതിരിപ്പുണ്ടോ? ആരും ജോലിക്ക് നിർത്താൻ പറയുന്ന അവരോട്. അച്ഛ, കുഞ്ഞിനെ കൊണ്ടൊന്ന് പുറത്തേക്ക് നിൽക്കാം. ഞാൻ അവിടെ സംസാരിക്കാം. എനിക്ക് ആരോടൊന്നും സംസാരിക്കാനില്ല രാഹുലെ. എന്താ നിന്റെ പ്രശ്നം? ഞാനാണോ പ്രശ്നം? നീ ഒന്നും കാണിച്ചു കൂട്ടുന്നല്ലേ? ഞാൻ എന്ത് കാണിച്ചു? നിങ്ങളോടൊക്കെ ഞാൻ ആവുന്നത് പറഞ്ഞല്ലേ എനിക്കിവിടെ പറ്റുന്നില്ലാന്ന്. അതും പോരാത്തതിന് അതിന്റെ കരച്ചിലും എനിക്ക് മൊത്തം ഇറിറ്റേഷനാ രാഹുലെ. ചില സമയത്ത് അതിനെടുത്ത് അങ്ങ് കൊന്നു കളഞ്ഞിട്ട് ചത്താലോ എന്ന് തോന്നാറുണ്ട്. നിനക്ക് ബെഡ്ഷീറ്റൊക്കെ മര്യാദയ്ക്ക് മടക്കി വെച്ചൂടെ? മോളെ, ഇത് കഴിഞ്ഞ ഒരു ചായ വേണേ. അതെ, ഉച്ചയ്ക്ക് എന്നെ 2 ഫ്രണ്ട്സ് വരുന്നുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണേ. രാജു, എന്താ പറ്റുന്നില്ല. രാഹുൽ ടെൻഷനാവൊന്നും വേണ്ട. ശരിക്കും കാജലിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ്. സ്റ്റാറ്റിസ്റ്റിക്കലി സംസാരിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏകദേശം 28% സ്ത്രീകളും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. ശരിക്കും ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ആദ്യം വേണ്ടത് ചുറ്റുള്ളവരുടെ കെയറും കൺസേണാണ്. അതില്ലാന്ന് തോന്നുന്നൊരു പോയിന്റിൽ അവർ ചിലപ്പോൾ സെൽഫ് ഹാമിന് ശ്രമിക്കും. അത് ചിലപ്പം കുട്ടിയുടെ ജീവനെ തന്നെ എഫക്റ്റ് ചെയ്യാം. ശരിക്കും അങ്ങനൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നടന്നത്. നമുക്ക് നിലവിലെ ക്ലിനിക്കൽ തെറാപ്പിയിൽ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഓൺ ദ ഗോ മെഡിക്കേഷനും കുറച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്ന ആൾ മാറാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് മാത്രം പോരാ. ശരിക്കും വീട്ടുകാരുടെ സപ്പോർട്ട് ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
രാഹുൽ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് നമുക്കിപ്പോൾ കൊടുക്കേണ്ടത്. ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് കൗൺസിലിംഗ് കൊടുക്കുന്നതിന് മുമ്പ് ശരിക്കും കൗൺസിലിംഗ് കൊടുക്കേണ്ട ചുറ്റുമുള്ള ആൾക്കാർക്കാണ്. ഇത് ക്യൂറബിൾ ആണ് രാഹുലേ. നിങ്ങളുടെ സപ്പോർട്ട് അവൾക്കുണ്ടെങ്കിൽ അവിടെ തിരിച്ചു വരും.